അപ്പോൾ എല്ലാവർക്കും PK ലേണിങ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ എന്നൊരു ഭാഗമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും കുറച്ച് വിഷമത്തോടെ ഇരിക്കുകയായിരിക്കും. കാരണം ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ആ ഒരു റിക്രൂട്ട്മെൻറ്റ് KDRB നടത്തുന്ന ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് സെക്ഷൻ 9 ഇപ്പോൾ കോടതി ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യ ദേവസ്വം ബോർഡ്, ഇവിടെ ഒന്നും ആ പ്രശ്നങ്ങളില്ല. ഇപ്പം നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെയാണ്. അത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവിടെ ഉള്ളവരെ സ്ഥിരമാക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മുന്നോട്ട് വരുന്ന സമയത്ത് എന്താണെങ്കിലും അവിടെ റിക്രൂട്ട്മെൻറ്റുകൾ കാര്യങ്ങൾ നടക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് KDRB അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ബോഡി, ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ബോഡി ആ ഒരു റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പഠനത്തിൽ നിങ്ങൾ പുറകോട്ട് പോകേണ്ട. അത് മാത്രമല്ല, അതോടൊപ്പം തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പരീക്ഷകൾ മേൽ നിശ്ചയിച്ച പോലെ തന്നെ നടത്തപ്പെടും. അതുപോലെ കൂടൽമാണിക്യ ദേവസ്വം ബോർഡിൻ്റെയും നടത്തപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ, നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ വെറുതെ ആകുമോ എന്നുള്ള ഒരു വ്യാകുലതയോ ചിന്തയോ ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങളുടെ പഠനം തുടരുക. അതുപോലെ തന്നെ പോള് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുന്നുണ്ട്. കറക്റ്റായിട്ട് പോൾസൊക്കെ ചെയ്യുക. ഓക്കെ. പിന്നെ ഈ ക്ലാസ്സുകൾ, നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വരുന്നത്, അതും നിങ്ങൾ റിവിഷനായിട്ട് തന്നെ നിങ്ങൾ കാണുക. നിങ്ങളിപ്പോൾ പഴയ ക്ലാസ്സുകളൊക്കെ, ഏറ്റവും ആദ്യം എടുത്ത ക്ലാസ്സുകളൊക്കെ ഉണ്ടാവാൻ ചിലപ്പോൾ സാധ്യത ഉണ്ടാവും. അങ്ങനെയാണ് 2x ഇട്ടാണെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി. നിങ്ങളത് ഒരൊറ്റ മുതൽ പയ്യെ കേട്ട് നിങ്ങൾ സമയം കളയേണ്ട. 2x ഇട്ടാണെങ്കിൽ നിങ്ങളതൊന്ന് കേൾക്കുക കേട്ടോ. നിങ്ങളുടെ പഠനത്തിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇത് മാത്രമല്ല, ദേവസ്വം ബോർഡ് മാത്രമല്ല, ബാക്കിയുള്ള പരീക്ഷകൾ ദേവസ്വം ബോർഡ് പഠിക്കുന്നവർക്ക് ഉപകാരമാണ്. ദേവസ്വം ബോർഡ് അല്ലാതെ വേറെ പരീക്ഷകൾ പഠിക്കുന്നവർക്കും ഉപകാരപ്പെടുന്ന ഒരു സീരീസ് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പോകുന്നുണ്ട്. SCERT PYQ സീരീസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. മെയിൻ ചാനലിൽ ഇതിൻ്റെ ടൈം ടേബിൾ എല്ലാ ഞായറാഴ്ചയും അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇപ്പം ഈ ആഴ്ച വീക്ക് 6 ആണ്. ഇപ്പോൾ 6ാമത്തെ ആഴ്ചയിലെ ടൈം ടേബിളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ PYQs, PSCയിൽ ചോദിക്കുന്ന PYQs, അതുപോലെ തന്നെ SCERT പാഠഭാഗത്തിലെ ആ ഒരു ക്ലാസ്സുകളും ഒക്കെ തന്നെ അവിടെ എടുത്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. പഠനത്തിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ചാനലിലൊക്കെ കിട്ടുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ഒന്ന് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സവിശേഷ നിത്യാനുഷ്ഠാനങ്ങൾ എന്നതാണ്. അതായത് ക്ഷേത്രത്തിൽ നടക്കുന്ന അനുഷ്ഠാനങ്ങളൊക്കെ സവിശേഷമാണല്ലോ. ഇത് എല്ലാ ദിവസവും നിത്യവും നടക്കുന്ന ആ അനുഷ്ഠാനങ്ങളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും സന്തോഷത്തോടെ തന്നെ പഠിക്കുക. അപ്പം നമ്മൾ ക്ഷേത്രത്തിലെ അനുഷ്ഠാനങ്ങൾ അല്ലെങ്കിൽ പൂജകളിലേക്കൊക്കെ വരുമ്പം നമ്മൾ ഏറ്റവും അധികം ക്ഷേത്രത്തിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളൊന്ന് അറിയണം. അതായത് ക്ഷേത്രങ്ങളെ തിരിക്കുന്ന 3ആയിട്ട് നമുക്ക് തിരിക്കാം അല്ലേ. അതായത് എങ്ങനെ, പെറ്റി ക്ഷേത്രം അല്ലെ, പെറ്റി ക്ഷേത്രം എന്ന് തിരിക്കാം. അത് മൈനർ ക്ഷേത്രം, മേജർ ക്ഷേത്രം എന്നീ രീതിയിലൊക്കെ ക്ഷേത്രങ്ങളെ തിരിക്കാം. അതായത് ആഴ്ചയിലോ മാസത്തിലോ അല്ലെങ്കിൽ വിശേഷാവസരങ്ങളിലോ മാത്രം പൂജ നടക്കുന്ന ചില ക്ഷേത്രങ്ങളുണ്ടല്ലേ. ഇപ്പം നിങ്ങളിൽ ചിലർക്കൊക്കെ ചിലപ്പോൾ കുടുംബക്ഷേത്രം ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലാണെങ്കിലും കുടുംബക്ഷേത്രം ഉണ്ടാവാം. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ നിങ്ങൾ കാണുന്നില്ല, എല്ലാ ദിവസവും പൂജ നടക്കുന്നൊന്നും നിങ്ങൾ കാണാറില്ല. ചിലപ്പോൾ ആഴ്ച ഒരു ദിവസമായിരിക്കും അവിടെ വിളക്ക് വെക്കുന്ന, മാസത്തിലൊന്നോ അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലോ മാത്രമായിരിക്കും അവിടെ പൂജ നടത്തുന്നത്. അവർ നോട്ടീസ് കൊണ്ട് വരുമ്പോഴേക്കും അങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് കൂടി നമ്മൾ അറിയുന്നത് അല്ലേ. അപ്പോൾ ഇതിനാണ് പെറ്റി ക്ഷേത്രം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് മൈനർ ക്ഷേത്രങ്ങൾ. അതായത് അവിടെ ദിവസം പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഒരുപാട് വിസ്തരിച്ചുള്ള പൂജകളോ കാര്യങ്ങളോ ഒന്നുമല്ല. അതായത് ഒരു 3 പൂജകൾ കാണും. ഇപ്പം രാവിലത്തെ പൂജ, ഉച്ചക്കത്തെ പൂജ, വൈകിട്ടത്തെ പൂജ. രാവിലത്തെ പൂജയ്ക്ക് എന്ത് പറയും നമ്മൾ? ഉഷപൂജ എന്ന് പറയും അല്ലേ. ഉഷപൂജ എന്ന് പറയും. ഉച്ചക്കത്തെ പൂജയ്ക്ക് എന്താ നമ്മൾ പറഞ്ഞത്? ഉച്ചപൂജ. വൈകിട്ടത്തെ അത്താഴ പൂജ. ഈ 3 പൂജകൾ മാത്രം നടക്കുന്ന ക്ഷേത്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്? മൈനർ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത്. ഇനി അതല്ല, മേജർ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ ചില സ്ഥലത്തൊക്കെ കാണാറില്ലേ മേജർ മഹാദേവ ക്ഷേത്രം. അപ്പം നമ്മൾ ഓർക്കുന്നത് എന്താണ് മേജർ മഹാദേവ ക്ഷേത്രം? മഹാദേവ ക്ഷേത്രം എഴുതിയാൽ പോലെ മേജർ എന്താണ് സംഭവം? നമുക്ക് പലപ്പോഴും കൺഫ്യൂഷൻ അടിച്ചിട്ടൊരു കാര്യമായിരിക്കും അല്ലേ. നമ്മൾ ഓർക്കണം, ഈ മേജർ മഹാദേവൻ നമ്മുടെ മോഹൻലാൽ, അതുമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതുമായിട്ടൊന്നും ബന്ധമില്ല. അപ്പോൾ ഈ മേജർ ക്ഷേത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിസ്തരിച്ചുള്ള പൂജ, 5 പൂജകൾ നടക്കും. 5 പൂജയും 3 ശീവേലികൾ നടക്കുന്ന ക്ഷേത്രങ്ങളെല്ലാം എന്താണ്? മഹാക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ മേജർ ക്ഷേത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ 5 പൂജ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉഷപൂജയിലേക്ക് വരും. അതിനുശേഷം എന്ത് വരും? എതിർത്ത് പൂജ എന്ന് പറയും. എതിർത്ത് പൂജ അല്ലെങ്കിൽ എതിരേറ്റ് പൂജ എന്നൊക്കെ പറയും. എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം പൂജകൾ എന്താണെന്ന് ഞാൻ പേരായിട്ടൊന്ന് പറഞ്ഞു പോകാം. അപ്പോൾ ഉഷപൂജ, അതിനുശേഷം എതിരേറ്റ് പൂജ, പിന്നെ എന്താ പന്തീരടി പൂജയുണ്ട്, ഉച്ചപൂജയുണ്ട്, അത്താഴ പൂജയുണ്ട്. 5 പൂജകളായ ഈ കൂടെ തന്നെ എന്തുണ്ട്? ശീവേലി ഉണ്ട് അല്ലേ.
ഉഷ ശീവേലി അല്ലെങ്കിൽ എതിർത്ത് ശീവേലി അല്ലെങ്കിൽ എതിരേറ്റ ശീവേലി എന്നൊക്കെ പറയും. രാവിലത്തെ ശീവേലി. ഈ ഒരു ശീവേലി ഉണ്ട്. ശീവേലി എന്ന് പറയും, ശ്രീബലി എന്നും പറയും. ഈ ശ്രീബലിയാണ് ശീവേലി എന്ന് പറയുന്നത് കേട്ടോ. അപ്പം ഈ ഒരു രാവിലത്തെ ശീവേലി ഉണ്ട്, ഉച്ചക്കത്തെ ശീവേലി ഉണ്ട്, ഉച്ച ശീവേലി ഉണ്ട് അല്ലെ. ഉച്ച ശീവേലി നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. കാരണം രാവിലെ നമ്മൾ ക്ഷേത്രത്തിൽ പോകാൻ പൊതുവേ അത്ര നേരത്തെ ഒന്നും അങ്ങനെ എണീക്കാറില്ല. ഞാനൊന്നും പോകാറൊന്നുമില്ല. ഞാനിപ്പോൾ കൂടുതലും കാണുന്നത് ഉച്ച ശീവേലിയാണ്. പിന്നെ എന്താണ് അത്താഴ ശീവേലി അല്ലേ. അത്താഴ ശീവേലി വൈകിട്ടത്തെ അത്താഴ പൂജയ്ക്കെല്ലാം ശേഷം ശീവേലി ഉണ്ടാകാറുണ്ട്. അപ്പം ഇങ്ങനെ ഉഷ ശീവേലി, ഉച്ച ശീവേലി, അത്താഴ ശീവേലി, ഇങ്ങനെ 3 ശീവേലികൾ കൂടി നടത്തുന്ന 5 പൂജകളും 3 ശീവേലികളും കൂടെ നടത്തുന്ന ക്ഷേത്രങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് മേജർ ക്ഷേത്രങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡീറ്റെയിലിങ്ങിലേക്ക് വരാം. ഡീറ്റെയിലിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ അല്ലേ. 3 പൂജകളുണ്ട്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴ പൂജ നമ്മൾ അറിഞ്ഞ കാര്യമാണ്. പിന്നെ 5 പൂജകളിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ്? ഉഷപൂജ, അതിനുശേഷം എതിർത്ത് പൂജ. എതിർത്ത് പൂജ അല്ലെങ്കിൽ എതിരേറ്റ് പൂജ. ഇത് ആരെ എതിർക്കുന്ന പൂജയല്ല കേട്ടോ. രാവിലെ സൂര്യരശ്മികൾ വന്ന് ക്ഷേത്രത്തിൻ്റെ ബിംബത്തിലേക്ക് തട്ടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എതിരേറ്റ് സ്വീകരിക്കുകയാണ്. അതാണ് എതിർത്ത് പൂജ അല്ലെങ്കിൽ എതിരേറ്റ് പൂജ എന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ പന്തീരടി പൂജ വരുന്നുണ്ട്. അതിനുശേഷം പിന്നെ എന്ത് വരുന്നുണ്ട്? ഉച്ചപൂജ വരുന്നുണ്ട്. അതിനുശേഷം ഉച്ചപൂജ വരുന്നുണ്ട്. പിന്നെ അത്താഴ പൂജ. ഇതാണ് അതിനുശേഷം വരുന്ന 5 പൂജകൾ. പിന്നെ 3 ശ്രീബലികൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഉഷ ശ്രീബലി അല്ലെങ്കിൽ എന്താ എതിർത്ത് ശ്രീബലിയാണ് കേട്ടോ. അവിടെ സ്പെല്ലിങ് തെറ്റിയതാണ്, കുഴപ്പമില്ല. അത് ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ തെറ്റി വന്നതാണ്. ഉഷ ശ്രീബലി അല്ലെങ്കിൽ എതിർത്ത് ശ്രീബലി എന്നാണ് പറഞ്ഞത്. അതുപോലെ തന്നെ എന്താണ് ഉച്ച ശ്രീബലി, അത്താഴ ശ്രീബലി. നിങ്ങൾക്ക് PPT നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടും. ആ സമയത്ത് കറക്റ്റഡ് ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് ഈ പറയുന്ന 3 ശ്രീബലികൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇനി നമുക്ക് മഹാക്ഷേത്രങ്ങളിലെ പൊതുവായ നിത്യാനുഷ്ഠാനങ്ങൾ നോക്കാം. പള്ളി ഉണർത്തൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പള്ളി ഉണർത്തൽ കണ്ടിട്ടുള്ള എത്ര പേരുണ്ട് ഇതിനകത്ത്? അത്ര നേരത്തെ എണീക്കാറുണ്ടോ? നമ്മളൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ചിലപ്പം പന്തിരടി പൂജയ്ക്ക് സമയമായി, ഇപ്പം കയറണ്ട എന്നൊക്കെ പറഞ്ഞ് അവിടെ മാറ്റി നിർത്തും അല്ലേ. നമ്മൾ ആ സമയത്തൊക്കെ ആയിരിക്കും ചെല്ലുന്നത്, കുഴപ്പമില്ല. അപ്പം പള്ളി ഉണർത്തൽ, അതുപോലെ നിർമ്മാല്യ ദർശനം പറഞ്ഞുതരാവേ, ഓരോന്ന് എന്താണെന്ന് പറഞ്ഞുതരാവേ. അതുപോലെ ദേഹശുദ്ധി, ശംഖപൂരണം, ആത്മാരാധന, അഭിഷേകം, മലർനിവേദ്യം, ഗണപതി ഹോമം. ഇതൊക്കെയാണ് മഹാക്ഷേത്രങ്ങളിലെ പൊതുവായ നിത്യാനുഷ്ഠാനങ്ങൾ. അപ്പോൾ നിങ്ങളിപ്പോൾ ചോദിക്കും ഉഷപൂജ എന്തിയെ? നേരത്തെ കണ്ടിരുന്നല്ലോ. ഉഷപൂജ ഇപ്പോൾ വരും. ഉഷപൂജ തുടങ്ങുന്നതേ ഉള്ളൂ. പൂജകളുടെ ആരംഭത്തിലേക്ക് എത്തുന്നതേ ഉള്ളൂ. അതിന് മുന്നേ ഉള്ള ചില ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞു തുടങ്ങുന്നത്. അപ്പം ഏറ്റവും ആദ്യം എന്താണ്? പള്ളി ഉണർത്തൽ. അപ്പോൾ പള്ളി ഉണർത്തൽ എന്താണ്? ക്ഷേത്രത്തിൽ നിർമ്മാല്യ ദർശനം നമുക്കറിയാം അല്ലേ. നമ്മുടെ വീട്ടിലൊക്കെ പറയും അല്ലേ, ഗുരുവായൂർ പോയി നിർമ്മാല്യ ദർശിക്കണം എന്നൊക്കെ പറയും അല്ലേ. അല്ലെങ്കിൽ എന്താ ഗുരുവായൂർ നമുക്ക് പോയി നിർമ്മാല്യ ദർശനത്തിന് പോകണം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിൽ നിന്ന് ഒക്കെ എല്ലാവരും പോകുമായിരിക്കും അല്ലേ. പക്ഷെ നമ്മളവിടെ പള്ളിയോണത്തിൽ നമ്മൾ കേട്ടിട്ടില്ല. നമ്മൾ പള്ളിയോണത്തിന് പക്ഷേ നമ്മൾ കേൾക്കുന്നത് എപ്പോഴും നമ്മൾ ശബരിമലയിലെ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പം, ഇപ്പോൾ വാർത്തയ്ക്കകത്ത് വൈകിട്ട് ശബരിമലയിലെ നാളത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഇത് പറയുമ്പോൾ നമ്മളവിടെ പള്ളിയോണത്തിൽ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ പള്ളിയോണത്തിൽ എന്താണെന്ന് നമുക്ക് നോക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ നട തുറക്കുന്ന ചടങ്ങാണ് എന്ത്? പള്ളി ഉണർത്തൽ കേട്ടോ. ബ്രഹ്മമുഹൂർത്തത്തിൽ നട തുറക്കുന്ന ചടങ്ങാണ് പള്ളി ഉണർത്തൽ. അപ്പോൾ ഇവിടെ ശംഖൊക്കെ ഊതി, പിന്നെന്താണ് തകില് ഒക്കെ വായിച്ച്, ഇത് ഏതാണ്? ഭൂപാള രാഗത്തിലായിരിക്കും ഈ തകില് വായിക്കുന്നത്. അപ്പം തകിലിനോടൊപ്പം എന്നും കൂടെ ഉണ്ടാവും, തകിലിനോടൊപ്പം നാദസ്വരം കൂടെ ഉണ്ടാവും കേട്ടോ. നാദസ്വരവും തകിലും കൂടെ ഭൂപാള രാഗത്തിൽ വായിച്ച് ശംഖൊക്കെ മുഴക്കി ആ ഒരു നട തുറക്കുന്ന ആ ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറഞ്ഞത്? പള്ളി ഉണർത്തൽ എന്ന് പറയുന്നത്. അതിനുശേഷം വരുന്നതാണ് നിർമ്മാല്യ ദർശനം. അപ്പോൾ ഈ നിർമ്മാല്യ ദർശനത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ്? മേൽശാന്തി ഈ പള്ളി ഉണർത്തൽ കഴിഞ്ഞ് ആ ശ്രീകോവിലിനകത്ത് കയറി അവിടെ വിളക്ക് തെളിക്കും അല്ലേ. വിളക്ക് തെളിക്കുമ്പോൾ എന്താ? നമുക്ക് ദൈവത്തിൻ്റെ ഒരു ചൈതന്യമുള്ളൊരു മുഖം, തലേ ദിവസത്തെ ആ ഒരു ഉടയാടയും ആ ഒരു മാലയൊക്കെ ചാർത്തി അലങ്കരിച്ച വളരെ അല്ലേ വളരെ പ്ലീസിങ് ആയിട്ടുള്ളൊരു ഫേസ് ആയിരിക്കും നമുക്കവിടെ അവിടുത്തെ ദേവതയുടെ കാണാൻ പറ്റുന്നത് അല്ലേ. അപ്പം അതിനുശേഷം അവിടെ എന്താണ് സംഭവിക്കുക? ആ ഒരു ദർശനമാണ് ഈ പറയുന്ന നിർമ്മാല്യ ദർശനം. ഇത് വളരെയധികം ബ്ലെസ്സിങ് ആയിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു ദർശനമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ദർശനത്തിൻ്റെ സമയത്ത്, ഈ ഒരു ദർശനത്തിന് ശേഷം പിന്നെ അവിടെ എന്ത് ചെയ്യും? ഈ ഉടയാടകളും അതുപോലെ തന്നെ ആ മാലകളും, ആ ചാർത്തിരിക്കുന്ന മാലകളും ഒക്കെ മാറ്റി, ഇതിൻ്റെ ഏറ്റവും ഒരു വിശേഷമായിട്ട് കാണുന്നത് ഗുരുവായൂർ ക്ഷേത്രങ്ങൾ അതുപോലെ ശിവക്ഷേത്രങ്ങളിലൊക്കെയാണ് അവർ കൂടുതലും ഒരു സാക്രഡ് ആയിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഈ നിർമ്മാല്യ ദർശനത്തിന് ശേഷം പിന്നീട് ആ ഉടയാടകളും മാലകളും ഒക്കെ മാറ്റി ശുദ്ധജലം കൊണ്ട് കഴുകി, പിന്നെ എണ്ണയും അതുപോലെ തന്നെ പയറുപൊടിയൊക്കെ ഇട്ട് തേച്ച്, അതിനുശേഷം ഇഞ്ച തേച്ച് അത് വൃത്തിയാക്കി ശുദ്ധീകരിച്ച് പിന്നെ പുതിയൊരു ഉടയാടയൊക്കെ ചേർത്തുകയാണ്. അതോടെയാണ് ഈ നിർമ്മാല്യ ദർശനം
പൂർത്തിയാകുന്നത് കേട്ടോ. അപ്പം ഇതാണ് നിർമ്മാല്യ ദർശനം. അപ്പോൾ ഇതിന് ശേഷം നടക്കുന്നത് പിന്നീടാണ് ദേഹശുദ്ധി. ഇപ്പോൾ ദേഹശുദ്ധി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ദേഹശുദ്ധി കഴിഞ്ഞതിന് ശേഷമല്ലേ ശ്രീകോവിലിൽ കയറാൻ പറ്റൂ എന്ന് നിങ്ങൾ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല, ഇത് വേറൊരു ദേഹശുദ്ധിയാണ്. ചില ക്ഷേത്രങ്ങളിൽ ഇപ്പം നമ്മളാണെങ്കിലും ഇപ്പം വീട്ടിൽ ഈ പറയുന്ന ഗണപതി ഹോമം കാര്യങ്ങളൊക്കെ നടത്തുമ്പം ആദ്യമേ ഇവരെന്തൊക്കെയോ കൈകൊണ്ടൊക്കെ ഓരോന്നും കാണിക്കുന്നൊക്കെ നമുക്ക് കാണാം അല്ലേ. അപ്പം ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് ചില മന്ത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ പൂജകളിലൂടെ ഒക്കെ തന്നെ ആ ഒരു മന്ത്ര ഉപാസനകളിലൂടെ ഒക്കെ എന്താണ് ദൈവത്തിൻ്റെ ചൈതന്യം, അത് ആചാരപ്രകാരമാണ് ഈ ഒരു രീതിയിൽ, അതായത് ഒരു ദേവതാഭാവത്തെ സ്വയം ആയിട്ട് മാറുവാണ്. നമ്മളൊരു ദേവത അല്ലെങ്കിൽ നമ്മൾ ഏത് മൂർത്തിയാണ് പൂജിക്കുന്നത് ആ ഒരു മൂർത്തിയുടെ ഒരു ഭാവത്തിലോട്ട് നമ്മളെ അല്ലെങ്കിൽ ആ ഒരു പൂജകളിലൂടെയും അതുപോലെ തന്നെ ആ ഒരു വിദ്യകളിലൂടെ ഒക്കെ തന്നെ മാറ്റുന്ന ഒരു രീതിയാണ് കേട്ടോ ഈ ദേഹശുദ്ധി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലാതെ മറ്റൊരു ഇതല്ല. അപ്പോൾ ദേഹശുദ്ധി ഇതാണ് സംഭവം വരുന്നത്. പിന്നെ നടക്കുന്നതാണ് ശംഖുപൂരണം. ശംഖുപൂരണം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ശംഖിൽ വെള്ളം നിറച്ച് ഒരു ഗംഗാഭാവത്തിലേക്ക് അതിനെ മാറ്റി അതിനോടൊപ്പം മൂർത്തിയുടെ അനുഗ്രഹം കാര്യങ്ങളും എല്ലാം എടുത്ത് പിന്നെ എന്താണ് ചെയ്യുന്നത്, അത് വിഗ്രഹത്തിലേക്കും അതുപോലെ പൂജാ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ തളിച്ച് ശുദ്ധീകരിക്കുന്ന ഒരു ഇതാണ് ശംഖപൂരണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ആത്മാരാധന. ഈ ആത്മാരാധന എന്ന് പറയുമ്പം ദേഹശുദ്ധി ക്രിയയിലൂടെ തൻ്റെ ശരീരത്തിൽ കുടികൊള്ളുന്ന അല്ലെങ്കിൽ ദേഹശുദ്ധിയിലൂടെ ശരീരത്തിലേക്ക് കൊണ്ടുവന്ന് ആ ഒരു മൂർത്തിഭാവത്തിനെ പൂജിക്കുന്നതാണ് ഈ പറഞ്ഞ ആത്മാരാധന എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ചന്ദനം, ഭസ്മം കാര്യങ്ങളൊക്കെ തൊട്ട് പൂവൊക്കെ ചൂടിയാണ് ഈ ഒരു ആത്മാരാധന പൂർത്തീകരിക്കുന്നത്. ഇതിനുശേഷം പിന്നെ വരുന്നതാണ് അഭിഷേകം. ഇപ്പം അഭിഷേകം എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലേ, അത് ഇഞ്ചിയൊക്കെ തേച്ച് ആ ഒരു ബിംബത്തെ വൃത്തിയാക്കും അല്ലെങ്കിൽ ശുദ്ധീകരിക്കും എന്ന് നമ്മൾ പറഞ്ഞല്ലേ. അപ്പം അങ്ങനെ ശുദ്ധീകരിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ ശുദ്ധീകരിച്ച ആ ഒരു ബിംബത്തിലേക്ക് പിന്നീട് ജലം കാര്യങ്ങളൊക്കെ ഒഴിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ പാല്, കരിക്ക് പോലുള്ള ദ്രവ്യങ്ങളും ഒക്കെ ഒഴിച്ച് അതിനെ കുറച്ചും കൂടെ ഒരു പൂജിതമാക്കി എടുക്കുന്നതാണ് ഈ പറഞ്ഞ അഭിഷേകം എന്ന് പറഞ്ഞൊരു കാര്യം. ഇതിന് ശേഷമാണ് നൈവേദ്യം നൽകുന്നത്. മലർന്ന് നൈവേദ്യം നൽകുന്നത് ഇതിന് ശേഷമാണ്. അപ്പോൾ ഇവിടെ ഈ അഭിഷേകം കഴിഞ്ഞ ആ ഒരു വിഗ്രഹത്തിൽ പുതിയ ഉടയാടകളൊക്കെ ചാർത്തി പുതിയ മാലകളൊക്കെ ചാർത്തി അതിനുശേഷം ആണ് ഈ പറയുന്ന മലർ നൈവേദ്യം നൽകുന്നത്. ഇതിനൊരു നൈവേദ്യ പാത്രത്തിൽ മലരും പഴവും ഒക്കെ ചേർത്ത് ഭഗവാനെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ കഴിയുമ്പോഴാണ് നേരെ ഗണപതി ഹോമത്തിലേക്ക് വരുന്നത്. അത് പൂജകൾക്കൊക്കെ മുന്നേറ്റി ഇതിന് ശേഷമാണ് പിന്നീട് ഈ പൂജകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഗണപതി ഹോമം നടത്തുക. അപ്പം പൂജകളുടെ കാര്യം പറയുമ്പം നിങ്ങളിപ്പം ഓടിക്കാണുന്ന പോലെ പൂജകളെ 3 തിരിക്കുന്നുണ്ടല്ലേ. എന്താണ്? പത്മമാത്ര പൂജ, ഷഡ്പീഠ പൂജ, സപരിവാര പൂജ എന്നിങ്ങനെയാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അറിയേണ്ട. പത്മമാത്ര പൂജ എന്ന് പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ നേരം കൊണ്ട് പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന ഒരു പൂജയാണ് പത്മമാത്ര പൂജ. പിന്നെ വരുന്നതാണ് ഷഡ്പീഠ പൂജ. അപ്പോൾ പൊതുവെ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കാറുള്ള പൂജ ഇത് തന്നെ, ഷഡ്പീഠ പൂജ തന്നെയാണ്. അതായത് കുറച്ചും കൂടെ സമയമെടുത്ത് ചെയ്യുന്നതാണ് ഷഡ്പീഠ പൂജ. പിന്നെ വരുന്നതാണ് സപരിവാര പൂജ. ഇപ്പോൾ ഉത്സവബലിയൊക്കെ നടക്കുന്ന സമയത്ത് ഉത്സവബലിയിൽ ഉപയോഗിക്കുന്ന വാദ്യം എന്താണെന്ന് പറഞ്ഞാൽ എൻ്റെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്ന് ഓർമ്മ കിട്ടുന്നുണ്ടോ നോക്കിയേ. നമ്മൾ ക്ഷേത്രവാദ്യങ്ങളൊക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്ന പേരാണ് എന്താണ്? മരപ്പാണി കേട്ടോ. മരപ്പാണി ഇതുപോലുള്ള സാക്രഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ഷേത്രത്തിന് കൂടുതൽ ശക്തി നൽകുന്ന പൂജകളൊക്കെ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന മരപ്പാണിയൊക്കെ. ഓക്കെ, അപ്പോൾ സപരിവാര പൂജയൊക്കെ ചെയ്യുന്ന സമയത്ത് മരപ്പാണി ഉപയോഗിക്കാറുണ്ട്. വളരെ വിസ്തരിച്ചുള്ള പൂജയാണ് സപരിവാര പൂജ. അത് ഉത്സവബലി നടക്കുന്ന സമയത്തൊക്കെയാണ്. നമുക്കറിയാലോ, ഉത്സവബലി തൊഴാൻ എന്ന് പറഞ്ഞ് പോയിട്ട് പോസ്റ്റ് അടിച്ച് 1 മണിക്കൂറൊക്കെ അവിടെ നിന്നിട്ടുണ്ടാവും അല്ലേ. അപ്പം നിങ്ങൾക്ക് അവിടെ എന്താ അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. ഇതാണ് സപരിവാര പൂജയാണ്. വളരെ വിസ്തരിച്ചിട്ടുള്ള പൂജയാണ് അവിടെ നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ദിവസത്തിലേക്കുള്ള പൂജയിലേക്ക് എടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും ആദ്യം ഉഷപൂജയാണ്. പിന്നെ ഉഷപൂജയുടെ ആ ഒരു കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കുമ്പം ഉഷപൂജ പറഞ്ഞതിന് മുന്നേ പറയേണ്ട 2 പ്രധാന പൂജകളുണ്ട്. ഒന്ന് പീഠപൂജ, അതുപോലെ തന്നെ മൂർത്തി പൂജ. കാരണം ഉഷപൂജ ആ ഒരു സമയത്ത് എന്ത് ചെയ്യണം? ആദ്യം ദേവനെ ആവാഹിക്കണം, ദേവനെ കൊണ്ടുവരണം. പീഠത്തിൽ നമ്മൾ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ മൂർത്തിയെ നമ്മൾ കൊണ്ടുവന്നിരുത്തിയതിന് ശേഷം പിന്നെ ഒരു മൂർത്തി പൂജയും കൂടെ നടത്തിയിട്ടാണ് ഈ പറയുന്ന ഉഷപൂജ തുടങ്ങുന്നത്. രാവിലെ നടക്കുന്ന പൂജ എന്നതേ ഉള്ളൂ ഉഷപൂജ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഈ പീഠപൂജ എന്ന് പറയുമ്പോൾ നിങ്ങൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നേ ഉള്ളൂ. ഇപ്പം പഞ്ചഭൂതത്തെ പ്രതിനിധീകരിക്കുന്ന ജലമുണ്ട്, അതുപോലെ തന്നെ ഗന്ധമുണ്ട്, അതുപോലെ തന്നെ പുഷ്പമുണ്ട്, ധൂപം, ദീപം എന്നിവയൊക്കെ വീണ്ടും ജലം എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന പീഠപൂജ നടത്തുന്നത്. ഇതിൽ നമ്മൾ ജലം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശംഖുതീർത്ഥ ജലം തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഗന്ധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ചന്ദനമാണ് അതിന് വേണ്ടിയിട്ട് ഗന്ധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന പീഠപൂജ. അവിടെ നമ്മുടെ ക്ഷണം
സ്വീകരിച്ചെത്തിയ ഒരു അതിഥിയായിട്ട് ദേവനെ ഇരുത്തി ആണ് ഈ പറഞ്ഞ പീഠപൂജ ചെയ്യുന്നത്. ഇതിനുശേഷം പിന്നെ മൂർത്തി പൂജ, ആ ഏത് മൂർത്തിയാണോ ആ മൂർത്തിക്കുള്ള ഒരു പ്രത്യേക ഒരു പൂജ. അപ്പം ഇതൊക്കെ നടത്തിയിട്ടാണ് പിന്നെയാണ് ഉഷപൂജ നടക്കുക. അപ്പോൾ ഉഷപൂജയ്ക്ക് ശേഷം പിന്നെ എന്തുണ്ട്, പിന്നെ നൈവേദ്യമുണ്ട്. നൈവേദ്യത്തിന് ശേഷം ഈ ഒരു നൈവേദ്യം എല്ലാം കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ഭഗവാൻ വളരെ പ്രസന്നമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് അല്ലേ. ഇതെല്ലാം സ്വീകരിച്ച്, അതായത് എല്ലാ ഉപചാരങ്ങളും സ്വീകരിച്ച് നല്ല നൈവേദ്യം ഒക്കെ കഴിച്ച് നല്ല പ്രസന്നമായിട്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പിന്നീട് നടക്കുന്നതാണ് ഈ പറഞ്ഞ പ്രസന്ന പൂജ നടക്കുക. പ്രസന്ന പൂജയ്ക്ക് ശേഷം പിന്നെ എതിർത്ത് പൂജ, അതായത് ആ സമയത്ത് പിന്നെ നേരം വെളുത്ത് സൂര്യപ്രകാശം ബിംബത്തിലേക്ക് തട്ടുന്ന ഒരു സമയം, ആ ഒരു സമയത്ത് നടത്തുന്ന പൂജയാണ് ഈ പറഞ്ഞ എതിർത്ത് പൂജ കാര്യങ്ങളൊക്കെ. അപ്പം ഈ എതിർത്ത് പൂജയുടെ സമയത്തും ഒക്കെ തന്നെ നൈവേദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിന് ശേഷമായിരിക്കും എതിർത്ത് ശീവേലി അല്ലെങ്കിൽ ഉഷശീവേലി എന്നൊക്കെ പറയുന്ന ആ ഒരു ശീവേലി നടത്തുന്നത്. ഇതിനെ തന്നെയാണ് എതിരേറ്റ് ശീവേലി എന്നുമൊക്കെ പറയുന്നത് കേട്ടോ. ശീവേലി എന്താണെന്ന് നിങ്ങളിപ്പോൾ ചോദിക്കുന്നുണ്ടോ, എന്താണ് ശീവേലി എന്നൊക്കെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവാം. അപ്പോൾ രാവിലെ നമ്മൾ കണ്ടല്ലേ, നമ്മൾ പ്രധാന മൂർത്തിക്ക് എന്ത് കൊടുത്തു, പ്രധാന മൂർത്തിക്ക് നൈവേദ്യം കൊടുത്തു, ഭക്ഷണം കൊടുത്തു, സന്തോഷമായി. അപ്പോൾ ബാക്കിയുള്ളവർക്ക് പട്ടിണിയല്ലേ. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്യും, ആ സമയത്ത് ആ ഉപദേവതമാർക്ക് അതുപോലെ തന്നെ വാഹനത്തിന് കാവൽക്കാരുണ്ട്, ക്ഷേത്രത്തിനകത്തും പുറത്തും ഒക്കെ കാവൽ സങ്കല്പങ്ങളുണ്ട്, അവർക്കും അതുപോലെ തന്നെ ധ്വജവാഹനവും ധ്വജത്തിനും ഒക്കെ എന്ത് കൊടുക്കും, നമ്മൾ ഈ പറയുന്ന നൈവേദ്യം വളരെ ചെറിയ പൂജയിലൂടെ നൈവേദ്യം കാര്യങ്ങളെല്ലാം നമ്മൾ കൊടുക്കും. ഇത് ദേവന് നേരിട്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് എന്താ സംഭവിക്കുക, അവിടെ മേൽശാന്തി ആയിരിക്കും ഈ പറയുന്ന നൈവേദ്യം കാര്യങ്ങളെല്ലാം നൽകുക. പക്ഷെ അവിടെ ആരും കൂടെ ഉണ്ടാവും, ആ കൂടെ ഈ പറഞ്ഞ ദേവതാ സങ്കല്പവും കൂടെ ഉണ്ടാവും. ഈ ദേവതാ സങ്കല്പത്തെ പിടിച്ചുകൊണ്ട് നടക്കുക ആരാണ്, അല്ലെങ്കിൽ ചില സമയത്ത് ആനപ്പുറത്ത്, ഇപ്പോൾ ഗുരുവായൂരൊക്കെ ആനപ്പുറത്തായിരിക്കും. പക്ഷേ അല്ലാത്ത ക്ഷേത്രങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ അത് കയ്യിൽ പിടിച്ചായിരിക്കും, ഇപ്പോൾ ഏറ്റുമാൻ്റെ കണ്ണിൽ കയ്യിൽ പിടിച്ചായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം ചില ക്ഷേത്രങ്ങളിൽ അത് തലയിൽ ഭഗവാനെ വെച്ചായിരിക്കും ഈ ക്ഷേത്രത്തിന് ചുറ്റും നടക്കുന്നത്. അതുപോലെ തന്നെ ഈ പറയുന്ന ഓരോ ബലിക്കല്ല് വൈശ്യം തൂവുക എന്നൊക്കെ നമ്മൾ പറയും, ഹവിസ് കാര്യങ്ങളെല്ലാം, അതായത് ഉണക്കല് കൊണ്ടുള്ള ആ ഒരു നേദ്യം കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ സമയത്തും എല്ലാം ഈ ഭഗവാന്റെ ബിംബത്തെ പിടിച്ചുകൊണ്ട് കീഴ്ശാന്തി ആയിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ 3 തവണയായിരിക്കും ക്ഷേത്രത്തിൻ്റെ ചുറ്റും പുറത്ത് പ്രദക്ഷിണം നടക്കുക. അപ്പം ഈ പ്രദക്ഷിണം നടക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യത്തെ ആ ഒരു ശീവേലിയാണ്, ഏറ്റവും ആദ്യത്തെ ഒരു ചുറ്റിനെയാണ് നമ്മൾ ശീവേലി എന്നും ബാക്കി 2 എണ്ണത്തെ നമ്മൾ കാഴ്ച ശീവേലി എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ കാഴ്ച ശീവേലി എന്ന് പറഞ്ഞാൽ അപ്പം ഏറ്റവും ആദ്യത്തെ ഒരു ചുറ്റിന് ശേഷം എന്ത് ചെയ്യും, ആ മേൽശാന്തി അകത്തോട്ട് കയറി പോവും. പിന്നെ ഈ ഒരു ബിംബത്തെ പിടിച്ചുകൊണ്ട് കീഴ്ശാന്തി, അതുപോലെ തന്നെ ഒപ്പം വാദ്യങ്ങളുണ്ടാവും, അതുപോലെ തന്നെ കുത്തുവിളക്കുണ്ടാവും. ഇതൊക്കെ ആയിട്ട് 2 തവണയും കൂടെ ആ ക്ഷേത്രത്തെ വലം വെക്കും. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദേവതാ സങ്കല്പത്തിനെ ആ ഒരു ക്ഷേത്രത്തിലെ രാജാവ് എന്ന രീതിയിലാണ്, ആ ഒരു രാജാവ് എന്ന രീതിയിലാണ് അവിടെ പരിപാലിക്കുകയും എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ രാജാവ് ബാക്കിയുള്ള ഉപദേവതന്മാരെയും അതുപോലെ തന്നെ തന്നെ സംരക്ഷിക്കുന്ന അല്ലേ, ഇപ്പം സൈന്യാധിപൻ എന്ന രീതിയിലൊക്കെ ചില സങ്കല്പങ്ങളിൽ ചില ബലിക്കലിനൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ അവരെല്ലാം കണ്ട് അവരെല്ലാം അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഉള്ളിലോട്ട് കയറി പോവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇതാണ് ശീവേലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് ശേഷം പിന്നെയാണ് പന്തീരടി പൂജ നടക്കുന്നത്. നിഴൽ 12 അടിയോളം എത്തുമ്പോൾ നടത്തുന്ന പൂജയാണ് പന്തീരടി പൂജ എന്ന് പറയുന്നത്. ഇത് ഏതാണ്ട് രാവിലെ 8 മണി 9 മണി ഇടയ്ക്കൊക്കെ ആയിരിക്കും നടക്കുക. ഇപ്പം നിങ്ങൾ ചോദിക്കേണ്ടത് ഇപ്പോൾ ഗുരുവായൂരൊക്കെ പോയപ്പോൾ 11:30-ക്കാണല്ലോ നടന്നത്. അപ്പോൾ അന്ന് ഉദയാസ്തമന പൂജയുള്ള ദിവസങ്ങളിലായിരിക്കും നിങ്ങൾ പോയിരിക്കും കേട്ടോ. അപ്പം അങ്ങനെ ഉദയാസ്തമന പൂജ ഉള്ളപ്പോൾ ചിലപ്പോൾ 11-11:30 ആകാറുണ്ട്. കാരണം ഉദയാസ്തമന പൂജ എന്ന് പറയുമ്പോൾ എന്തെന്ന് അതും ചുരുക്കത്തിൽ എന്ന് പറയാം, 18 പൂജകൾ. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രമൊക്കെ ആണെങ്കിൽ 18 പൂജകളാണ് നടത്തുന്നത്. പെട്ടെന്ന് നട തുറന്ന് നടയടച്ച് ഒരുപാട് പൂജകൾ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഒരു ദിവസമായിരിക്കും ഈ പറഞ്ഞ ഉദയാസ്തമന പൂജ. രാവിലെ ഉദയം മുതൽ അസ്തമിക്കുന്നതിന് മുന്നേ വരെ ആണ് ഈ പറഞ്ഞ പൂജകൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പം ഇതിനകത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കൂടെ പറയാം. ഇപ്പം ഗുരുവായൂർ നടന്നുകൊണ്ടിരിക്കുന്നത് 1997 സമർപ്പിച്ച ഉദയാസ്തമന പൂജകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 98 ആയോ എന്നറിയില്ല, കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഞാൻ ചോദിക്കുമ്പോൾ 97 പൂജകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ ഒരു പൂജ കാര്യങ്ങളാണ്. 97 പൂജ എന്നാണ്. ഇപ്പോൾ നമ്മൾ വർഷം 2026 കയറി. ഓക്കെ, അപ്പം ആ ഒരു കാര്യം കൊണ്ടൊന്ന് മനസ്സിലാക്കുക. പിന്നെ അതിനുശേഷമാണ് പിന്നീടാണ് ഈ പന്തിരടി പൂജയും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നടത്തുന്നതാണ് എന്ത്, ഉച്ചപൂജ അല്ലെ. ഉച്ചയാവുന്ന സമയത്ത് നടത്തുന്ന പൂജയാണ് ഈ പറഞ്ഞ ഉച്ചപൂജ. അപ്പം ഈ ഉച്ചപൂജയ്ക്ക് ശേഷവും പിന്നെ എന്തുണ്ടാവും, ഉച്ചശീവേലി ഉണ്ടാവും കേട്ടോ. ഞാൻ ഉച്ചശീവേലി ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. ഈ ഉച്ചപൂജയ്ക്ക് ശേഷം പിന്നെ ഉച്ചശീവേലിയും ഉണ്ടാവും. അതിനുശേഷം പിന്നീട് നട അടച്ച് പിന്നെ വൈകുന്നേരത്തെ പൂജകൾക്ക് വേണ്ടി പിന്നെ നട തുറക്കും. അന്നേരപ്പോഴും ഉള്ള പ്രധാന പൂജയാണ് ഈ അത്താഴ പൂജ കാര്യങ്ങളൊക്കെ. അത്താഴ പൂജ, അത്താഴ ശീവേലി കാര്യങ്ങളൊക്കെ.
അപ്പം ഇതിന് മുന്നേ ആയിട്ട് സന്ധ്യയ്ക്ക് ദീപാരാധന കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ശേഷമായിരിക്കും പിന്നെ അത്താഴ പൂജ എല്ലാം നടക്കുക. അത്താഴ പൂജയ്ക്ക് ശേഷം പിന്നെയും ഒരു പ്രസന്ന പൂജ ചില ക്ഷേത്രങ്ങൾ നടത്താറുണ്ട്. പിന്നെയാണ് അത്താഴ ശീവേലി നടത്തുന്നത്. ഇപ്പോൾ ശീവേലിയുടെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് അത് 3 സമയത്തും നടത്താറുള്ളത്. 3 തവണയായിരിക്കും ക്ഷേത്രത്തിന് പ്രദക്ഷിണം വെക്കുക. അതിനകത്ത് ഏറ്റവും ആദ്യത്താണ് ഈ പറഞ്ഞ ശീവേലിയായിട്ട് വരിക. ബാക്കി വരുന്നത് കാഴ്ച ശീവേലി എന്നുള്ള രീതിയിലാണ്. ശ്രീബലി അല്ലെങ്കിൽ ശീവേലിയെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ശ്രീഭൂതബലി കേട്ടിട്ടുണ്ടോ? ശ്രീഭൂതബലി ഉത്സവകാലത്തൊക്കെ വളരെ റെയറായിട്ട് നടത്തുന്നതാണ് അല്ലേ. അപ്പം ഈ നമ്മളിപ്പോൾ കണ്ട ശ്രീബലി അല്ലെങ്കിൽ ശീവേലിയൊക്കെ നടത്തുന്നത് ആരാ? അല്ലെങ്കിൽ അതിനകത്ത് ആ ഒരു വൈശ്യം തൂന്നതും അല്ലേ അതൊക്കെ ചെയ്യുന്നത് ആരാണ്? ചെയ്യുന്നത് മേൽശാന്തിയാണ്. അപ്പം ശ്രീഭൂതബലിക്കാരായിരിക്കും. ശ്രീബലിക്ക് മേൽശാന്തിയാണെങ്കിൽ ശ്രീഭൂതബലിക്കാരായിരിക്കും. ആ ക്ഷേത്രത്തിലെ വളരെ പ്രധാനമായിട്ടുള്ള ആൾ തന്നെയാണ് ചെയ്യുന്നത്. ആരാ? തന്ത്രി കേട്ടോ. ക്ഷേത്ര തന്ത്രിയാണ് ആ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. ശ്രീഭൂതബലിയിൽ വൈശ്യം തൂവൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് തന്ത്രിയായിരിക്കും എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളുക. അതുപോലെ തന്നെ ഇപ്പം ശ്രീഭൂതബലി നമ്മൾ പറഞ്ഞു ഉത്സവം അങ്ങനെയുള്ള പ്രധാന സമയങ്ങളിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ഉള്ളതാണ് ഉത്സവബലി. ഈ ഉത്സവബലിയും നടത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? തന്ത്രി തന്നെയാണ് കേട്ടോ. ഉത്സവബലിയും നടത്തുന്നത് തന്ത്രി തന്നെയാണ് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ. ഇനി ഈ കൂടെ നമുക്ക് ഉത്സവങ്ങൾ എന്നൊരു കാര്യം കൂടെ നമുക്ക് നോക്കിപ്പോകാം. ഇപ്പം ധ്വജാദി, അങ്കുരാദി, പടഹാദി എന്നിങ്ങനെയാണ് ഉത്സവങ്ങളെ 3ആയിട്ട് തരംതിരിക്കുന്നത്. ധ്വജാദി, അങ്കുരാദി, പടഹാദി എന്നിങ്ങനെ 3ആയിട്ടാണ് ഉത്സവങ്ങളെ തരംതിരിക്കുന്നത്. എന്താ ധ്വജം? എന്താ ധ്വജം എന്ന് വെച്ചാൽ കൊടിയല്ലേ, കൊടിമരം. കൊടിമരത്തിന് പ്രാധാന്യമുള്ള ഒരു ഉത്സവം എന്ന രീതിയിൽ അതിനെ നമുക്ക് കണക്കാക്കാം. അതായത് കൊടിയേറ്റോടു കൂടിയാണ് ഈ ധ്വജാദി ഉത്സവങ്ങളെല്ലാം തന്നെ നടക്കുക. അതുപോലെ തന്നെ അവിടെ കലശങ്ങൾ, അതുപോലെ ശ്രീഭൂതബലി, അതുപോലെ തന്നെ ഉത്സവബലി, ഇതിനെല്ലാം പ്രാധാന്യമുള്ളതാണ് ഈ ധ്വജാദി ഉത്സവങ്ങൾക്ക്. ഓക്കെ, പിന്നെ നമുക്ക് പറയാനാണ് അങ്കുരാദി, അതുപോലെ പടഹാദി. അങ്കുരാദി എന്ന് പറയുമ്പോൾ അത് മുളപൂജ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഈ പറയുന്ന അങ്കുരാദി ഉത്സവങ്ങൾ. പിന്നെ നമുക്ക് പറയാനാണ് പടഹാദി ഉത്സവങ്ങൾ. അപ്പോൾ ഈ പടഹാദി ഉത്സവങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ കൊടിമരം കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അല്ലെങ്കിൽ കൊടിമരത്തിന് അല്ലെങ്കിൽ ധ്വജത്തിന് പ്രാധാന്യം ഉണ്ടാവില്ല, മുളപൂജയും ഉണ്ടാവത്തില്ല. അങ്ങനെയുള്ള ഉത്സവങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്ന് പറഞ്ഞേ, ഏതാണ്? നിങ്ങൾ വീണ്ടെടുത്ത കാവുകൾ അല്ലേ? ആ കാവുകളിൽ കൊടിമരം ഉണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾ കൊടിമരം കണ്ടിട്ടുണ്ടോ? ഇല്ല, കൊടിമരം ഇല്ല. അപ്പം അങ്ങനെ കൊടിമരത്തിന് പ്രാധാന്യമില്ല, അവിടെ മുളപൂജയും ഇല്ല. അപ്പം അങ്ങനെ നടക്കുന്ന ഉത്സവങ്ങളാണ് ഈ പറയുന്ന പടഹാദി ഉത്സവങ്ങൾ. അത് പ്രത്യേകിച്ച് ഈ കാവുകൾ, അതുപോലെ ധർമ്മസ്ഥാപനങ്ങൾ എന്നൊക്കെ പറയാം. അതായത് ഇപ്പം നമ്മുടെ കുടുംബക്ഷേത്രങ്ങൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ രീതിയിലുള്ള കുടുംബക്ഷേത്രങ്ങൾ അവിടെ കൊടിമരം കാര്യങ്ങളൊന്നുമില്ല. അപ്പം അവിടെ ഉള്ള ഉത്സവങ്ങളും ഒക്കെ, പക്ഷേ അവിടെ വാദ്യമേളങ്ങൾക്കൊക്കെ തന്നെ ഒരു ചെറിയൊരു പ്രാധാന്യം കാര്യങ്ങളൊക്കെ കൊടുത്തു. പ്രത്യേകിച്ച് ഇപ്പം കാവുകളൊക്കെ എടുക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിലോട്ട് പോയാൽ തെയ്യം കാര്യങ്ങൾക്കൊക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. ഏതാണ്ട് സെൻട്രൽ ആയിട്ടുള്ള കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മുടിയേറ്റിന് പ്രാധാന്യമുണ്ട്. കുറച്ചും കൂടെ താഴെ പത്തനംതിട്ടയൊക്കെ വന്നു കഴിഞ്ഞാൽ പടയണിക്ക് പ്രാധാന്യമുണ്ട്. അപ്പം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആയിരിക്കും അവിടെ ഉത്സവങ്ങൾ കാര്യങ്ങൾ. ഇപ്പം വാദ്യമേളങ്ങൾക്കോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഈ ക്ഷേത്രകലകൾക്കൊക്കെ പ്രാധാന്യം നൽകിയുള്ള ഒരു ഉത്സവമാണ് ഈ പറയുന്ന പടഹാദി ഉത്സവങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. നിങ്ങൾ പ്രിപ്പറേഷൻ, നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ടെൻഷൻ ആവേണ്ടെന്നേ. നിങ്ങൾ പഠിക്കുക. പഠനം ഇപ്പം ഇതിപ്പം ഏതായാലും നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടുന്നു. നിങ്ങളിത് കാണുക. നിങ്ങൾക്ക് ഏറ്റവും കുറച്ച് നിങ്ങൾക്ക് അറിവ് കിട്ടും. രണ്ടാമത് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും. പിന്നെ നിങ്ങൾക്ക് ഇതല്ലാതെ വേറെയും ഇപ്പം നിങ്ങൾ ദേവസ്വം ബോർഡ് കിട്ടിയാൽ നിങ്ങൾ ദേവസ്വം ബോർഡ് തന്നെ ഇരിക്കരുത്. വേറെ നല്ല നല്ല പരീക്ഷകൾ വരുന്നുണ്ട്. ആ പരീക്ഷകളിൽ എഴുതുക. ഇതൊക്കെ നമുക്ക് ഏതെങ്കിലും കൂടെ ഉൾപ്പെടാവുന്ന വിഷയമാണ്. ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്ത്, PSCയുടെ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ഭാഗത്തൊക്കെ തന്നെ ഉപകാരപ്പെടുന്ന വിഷയങ്ങളുണ്ട്. ചില ഭാഗങ്ങളൊക്കെ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണം ചെയ്തേ ഉള്ളൂ. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ വേറെ കാര്യങ്ങളെപ്പറ്റി ഒന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഇനിയും ക്ലാസ്സുകൾ ഉണ്ടാവും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ശരി.